ഡിസംബർ ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വന്യനാമം മാത്തുപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് തിരുമലയിൽ നിന്നും അലൻ അലക്സ് ആണ് നമ്മളോട് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്കേജ് ആയിട്ട് ഒത്തിരി പ്രയാസത്തോടെ ആയിരുന്നു. ക്രിയാറ്റിൻ ലെവൽ 3 ആയിരുന്നു. ഒത്തിരി ശാരീരിക പ്രയാസങ്ങളോടെ താനായിരുന്നു. എന്നാൽ മീറ്റിങ്ങിൽ കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. അതേ തുടർന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ ലെവൽ 2.2 എന്ന സ്ഥിതിയിലേക്ക് വന്നു. പ്രോട്ടീൻ ലീക്കേജ് മാറുവാനിടയായി. അതേപോലെ തനിക്കുണ്ടായിരുന്ന ലങ്സിൻ്റെ പ്രയാസം മാറി. കർത്താവ് കൊടുത്ത അത്ഭുത വിടുതലിനായി നമുക്ക് നന്ദി പറയാം. ഇന്ന് എന്നെ കാണുന്ന നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഇതേപോലെ പ്രോട്ടീൻ ലീക്കേജിനാൽ ഭാരപ്പെടുന്നവർ, കിഡ്നിയുടെ പ്രവർത്തനം ശരിയായ വിധത്തിലല്ല എന്ന് പറയുന്നവർ, വിശ്വാസത്തോടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഏറ്റെടുത്താട്ടെ. ആ ഭാഗത്തോട്ട് കൈകൾ വെച്ചാട്ടെ. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. ജീവിക്കുന്ന ദൈവത്തെ അത്ഭുതങ്ങൾ അനുഭവിച്ചാട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദർ, ഈ ബ്രദറിൻ്റെ പേര് അലൻ അലക്സ് എന്നാണ്. തിരുമല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ബ്രദറിന് കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് കിഡ്നിയിൽ പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടായിരുന്നു. ക്രിയാറ്റിൻ ലെവൽ 3 ആയിരുന്നു. എന്നാൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം ചെയ്തിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് നമ്മുടെ ചർച്ചിലേക്ക് വന്നു. ബ്രദർ അങ്ങോട്ട് തന്നെ ആലോചന പറഞ്ഞു. ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് പോയപ്പോൾ വീണ്ടും പറയുന്നത് 2.2 ആയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കുറച്ച് വലിയ കാര്യമാണ്. എന്തോ മോൻ്റെ പേര് പറഞ്ഞേ? അലൻ. ഇവരിന്നലെ വന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെ കാണുമ്പോൾ ഇവരുടെ കഥ കേട്ടപ്പോൾ എനിക്ക് തന്നെ ട്രാജഡി ആയിട്ട് തോന്നി കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം ഇദ്ദേഹം കിഡ്നി പേഷ്യൻ്റായി. നമുക്ക് ചിന്തിക്കാവോ? അങ്ങനെയല്ലേ? 6 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേനും ക്രിയാറ്റിൻ ലെവല് കൂടിയതായിട്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് ഞങ്ങളുടെ ബ്രദർ പ്രെയർ ചെയ്തു പ്രോട്ടീൻ ലീക്കേജിൻ്റെ കാര്യമൊക്കെ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയി സ്കാൻ ചെയ്തു. ലിവർ ഫങ്ഷൻ എല്ലാം നോർമലാണ്. ക്രിയാറ്റിൻ ലെവൽ 3 നിന്നും 2.2 ആയി. എനിക്ക് തോന്നുന്നു ലിവറിനും എന്തോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ലിവറിന്റെ പ്രശ്നം കൂടെ പറഞ്ഞു. പ്രോട്ടീൻ ലീക്കേജ് എല്ലാം നോർമലായി. ഇനി അടുത്ത 1 മാസം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ഒന്ന് കൈ അടിക്കാവോ? ഇതൊരു ഭയങ്കര കാര്യമോ? നിങ്ങൾക്ക് കൊച്ചു കാര്യമായിട്ട് തോന്നില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 6ാം ദിവസം ഇദ്ദേഹത്തിന്റെ കിഡ്നിയുടെ ഫംഗ്ഷൻ കംപ്ലൈന്റ് ആയി. 6 മാസം കഴിഞ്ഞിട്ടാണ് സത്യദേവ് പുള്ളിക്ക് വരുമ്പോ ചെറിയൊരു സംശയമായിരുന്നു, ഇത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. കാരണം വിവാഹത്തിൽപ്പെട്ടതാണ് ഞങ്ങൾ. അപ്പോൾ പുള്ളിക്ക് ഇതിന് ഒരു ഡൗട്ടായിരുന്നു. ഇവിടെ വരുമ്പോ വാസ്തവത്തിൽ നിങ്ങൾക്ക് സംശയത്തോടെ വന്നത്. ഹസ്ബൻഡിന് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് സൗഖ്യമാകുമോ അല്ലയോ എന്ന്. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന മോളെ, നിങ്ങളിവിടെ വരുമ്പോ ഇത് കളിപ്പീരാണോ തെറ്റാണോ സംശയം ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് ബ്രദറിനോട് പറഞ്ഞു, നിങ്ങൾക്ക് പ്രോട്ടീൻ ലീക്കേജ് ആണ്, ലിവർ കംപ്ലൈന്റ് ആണ്. ലിവർ ഫംഗ്ഷൻ എത്രത്തോളം സീരിയസ് ആയിരുന്നു എന്ന് പറയാം. അതിന്റെ എൻസൈം എല്ലാം കൂടുതലായിരുന്നു. അതെല്ലാം നോർമലായി. എല്ലാം നോർമലാ. കൈയടിച്ച് നോക്കത്തുള്ളൂ. എനിക്കിത് കണ്ടപ്പോ ഒത്തിരി സങ്കടം വന്നു കേട്ടോ. കൊച്ചു പിള്ളേർ എത്ര വയസ്സ്? നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 32. മോനെ 30. എനിക്ക് കേട്ടപ്പോൾ തന്നെ വിഷമം തോന്നിയ കാര്യമോ. ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മ 30 വയസ്സേ ഉള്ളൂ, കിഡ്നിയും പോയി ലിവറും പോയി. പക്ഷെ അതിൽ നിന്ന് ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ഇവന് ഒത്തിരി പ്രശ്നമുണ്ട് മോളെ, നിനക്കുണ്ട്. ഇതൊരു മിറക്കിളിന് വേണ്ടി പ്രാർത്ഥിച്ച്. ഇവൻ്റെ പുറകെ ഇവനെ കൊല്ലാൻ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. കുറച്ച് സീരിയസ് ആണേ. ഇവനെ കാണുന്ന ആരോഗ്യം ഇവനില്ല. ഇവൻ്റെ ലിവറിൻ്റെ ഒരു ഞെട്ടിരിപ്പുണ്ട് അവിടെ. അവൻ്റെ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ കംപ്ലീറ്റ് പോയി. ഒരെണ്ണം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2ഉം പ്രശ്നത്തില്ല. നാളെ ഇനി അടുത്ത സ്കാനിങ് ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരു 6 ഡേ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ചേക്ക് 2 ക്രിയാറ്റിൻ ലെവൽ കൂടിയതും 2 കിഡ്നിയും ചെറിയ പ്രവർത്തനശേഷി കുറഞ്ഞതായിട്ട്. പ്രോട്ടീൻ ലീക്കേജ്
പ്രോട്ടീൻ അത് കഴിഞ്ഞപ്പോ നിന്റെ ഇടത്തെ കിഡ്നിക്ക് ചുരുക്കം വരാൻ തുടങ്ങി. അതെ അതല്ലേ അതെന്നെ എന്നെ കർത്താവ് കാണിച്ചേ. അതെ അത് കഴിഞ്ഞിട്ട് എന്നോട് കർത്താവ് നിങ്ങൾ കാണിച്ചെങ്കിൽ ഇവൻ രക്ഷപ്പെടാൻ പോവാ. അതെ, ആ വിശ്വാസത്തിലാണ് ഞാൻ വന്നത് തന്നെ. എവിടുന്ന? ഇച്ചയുടെ വീട് എടപ്പള്ളിക്കോട്ടയാ, ഞാനിവിടെ ട്രിവാൻഡ്രത്താണ്. ഞങ്ങളുടെ എടപ്പള്ളിക്കോട്ട എവിടെ? കരുനാഗപ്പള്ളി. ഞങ്ങളുടെ മാരേജിന് വേണ്ടി ഞാൻ ഓൺലൈൻ വഴി ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചയും റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം 2022 ഇവന്റെ ലിവർ ഫംഗ്ഷനും പ്രശ്നമാടാ. അതുമല്ല നിന്റെ ആസിഡിറ്റിക് കുടല് മുഴുവൻ പുണ്ണായിരിക്കുക. നിനക്ക് പൈൽസിന്റെ ആരംഭം വരുക. ഈ ചെറുക്കന് ഇല്ലാത്ത അസുഖങ്ങൾ കാണാനില്ല. എത്ര വയസ്സുണ്ട് നിനക്ക്? 29 വയസ്സ്. നിങ്ങളെല്ലാവരും ഇരിക്കുന്നവരെല്ലാവരും എഴുന്നേറ്റെ ആ കരം ഒന്ന് ഉയർത്തിക്കേ. ഈ യൗവനക്കാരൻ ജീവനിലേക്ക് തിരിച്ചു വരണം. എല്ലാവരും പ്രാർത്ഥിച്ചേ. നീ എന്നൊന്ന് കെട്ടിപ്പിടിച്ചേ. കെട്ടിപ്പിടിക്കടാ ശരിക്ക്. കർത്താവേ മോനെ തൊട്ടാട്ടെ അപ്പാ, കർത്താവേ മോനെ തൊട്ടാട്ടെ അപ്പാ. ഇവൻ്റെ ലൈഫ് മാറട്ടെ അപ്പാ, ഇവൻ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ അപ്പാ. ഇവന് 2 കിഡ്നിയും ഇന്നു മുതൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. 2 കിഡ്നിയും ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ അപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിനക്കൊരു ജീവൻ തിരിച്ചു തരാൻ പോവാടോ ദൈവം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. 29 വയസ്സുള്ളെന്ന് പറഞ്ഞാൽ കഷ്ടമാടി. നിങ്ങൾക്ക് തോന്നുന്നില്ല ഇവന് വിഷമം പറഞ്ഞിട്ട്? വിഷമം തോന്നുന്നില്ല നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും കര ഉയർത്തിക്കേ. യേശുപ്പച്ച ഇവൻ്റെ ലിവർ നോർമലായി ഫങ്ഷൻ ചെയ്യട്ടെ. ഇന്നു മുതൽ ഈ ലിവർ വർക്ക് ചെയ്യട്ടെ. Now എല്ലാവരും പറഞ്ഞ യേശുവിന്റെ നാമം പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്റെ കുടലുകളിലുള്ള പ്രശ്നങ്ങൾ തീരട്ടെ. സ്കാൻ ചെയ്യേ. എന്നിട്ട് അടുത്ത ആഴ്ചയിൽ സാക്ഷ്യം വന്ന് പറ. ഒരു പ്രശ്നവും നിനക്ക് കാണത്തില്ല. പറഞ്ഞേ, എനിക്ക് ഒരു പ്രശ്നവും. പോ. ചണയായിട്ടൊന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. സംശയത്തോടെ വന്ന ആളായതുകൊണ്ട് ഒന്നും കൂടെ ചോദിക്കുക. പോയി പരിശോധിച്ചിട്ട് ബ്ലഡ് റിസൾട്ട് കണ്ടിട്ടല്ലേ പറയുന്നേ? അതെ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ബ്ലഡ് റിസൾട്ട് ഇത്രയും മാസമായിട്ട് നോർമൽ ആയിട്ടേ ഇല്ല? ഇല്ല, നോർമൽ അല്ല. അങ്ങനെ എന്തെങ്കിലും വേരിയേഷൻസ് വരും. പ്രോട്ടീൻ ലീക്കേജ് അത് 3+, 2+ അങ്ങനെ നിന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോ പ്രോട്ടീൻ ലീക്കേജ് ഇല്ല. ഒന്ന് ചൊണയായിട്ട് കൈയടിച്ചു ആമേൻ പറഞ്ഞേ. ലിവർ ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി നോർമൽ. ഒരു ഭയങ്കര കാര്യമല്ലേ? യേശുവിന് കൂടാതെ ഒന്നും ഇല്ലെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക. ആരോഗ്യമായിട്ട് ഇവർ ഇരിക്കട്ടെ. ഇവർക്ക് തലമുറകൾ ഉണ്ടാകട്ടെ. നിങ്ങളെന്താ കൈയടിക്കാത്ത? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കല്യാണം കഴിയുമ്പോൾ എന്തൊക്കെയാ സന്തോഷമുള്ളത് അല്ലേ? 6 മാസം വേണമെങ്കിൽ അവർ സെക്ഷുവലായ സന്തോഷത്തിലും അതിലൊക്കെ ആയിരുന്നേക്കാം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു വേണം. വീട്ടുകാർ ചോദിക്കാൻ തുടങ്ങും, എന്നും ആയില്ലേ എന്ന് ചോദിക്കാൻ തുടങ്ങും. എന്തെല്ലാം പ്രതീക്ഷയാ വിവാഹം എന്ന് പറയുന്നതല്ലേ? അത് 6 ദിവസം കഴിയുമ്പോൾ തൻ്റെ കിഡ്നി ഫെയിലറാണ്, ലിവർ ഫെയിലറാന്ന് കഴിയുമ്പോൾ ഈ വീട്ടിൻ്റെ അകത്തുള്ള വേദന നിങ്ങൾക്ക് ഊഹിക്കാവോ? കല്യാണം കഴിഞ്ഞ 6-ാം ദിവസം കിഡ്നി ഫെയിലറാന്ന് പറയുമ്പോൾ ആ ഓർഗൻ നശിച്ച തിരിച്ചു വരാനും മാർഗമൊന്നുമില്ല. ട്രാൻസ്പ്ലാന്റേഷനേ മാർഗമുള്ളൂ. എന്നാൽ ദൈവം അതിനെ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് അല്പനേരം കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞു. എന്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിന് നന്ദി. കർത്താവേ, ഇവന്റെ ശരീരത്തിന്റെ ആരോഗ്യം റിസ്റ്റോർ ആയതിന് നന്ദി. അപ്പ ഇവന്റെ ശരീരത്തിന്റെ ആരോഗ്യം റിസ്റ്റോർ ആയതിന് നന്ദി. അത് നിനക്ക് മാത്രം കഴിയുന്ന കാര്യമപ്പ. അങ്ങേക്ക് മാത്രം കഴിയുന്ന കാര്യമപ്പ. അങ്ങേക്ക് മാത്രം കഴിയുന്ന കാര്യമപ്പ. ആമേൻ. ഞാൻ ഈ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നോട് കർത്താവ് പറയും PCOD ഉണ്ടായിരുന്നു. കർത്താവ് അതും ഇന്ന് സൗഖ്യമാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. വേഗത്തിൽ ഇവരുടെ കയ്യിലൊരു തലമുറയുണ്ടെന്ന് കൂടെ നമുക്ക് കേൾക്കട്ടെ. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു കേൾക്കട്ടെ. Bless you. Bless you. ഒരു നിമിഷം കിഡ്നി പ്രയാസത്തോടായിരിക്കുന്നവർ വിശ്വാസത്തോടെ കരങ്ങൾ വെച്ചാട്ടെ. അപ്പം എന്നെ കാണുന്ന കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, ചില രോഗങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ അവസാനിച്ചു എന്ന് പറയും. പക്ഷേ എൻ്റെ ദൈവത്തിന് അതൊരു അവസാനമല്ലല്ലോ കർത്താവെ. അവസാനമെന്ന് പറയുന്ന ഏതിൽ നിന്നും ഒരാരംഭത്തെ കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുമല്ലോ. കർത്താവെ, കാണുന്ന കുടുംബങ്ങളിൽ
കിഡ്നിക്ക് പ്രയാസമുണ്ടെന്ന് പറയുന്നവർ, ലിവറിന് പ്രയാസമുണ്ടെന്ന് പറയുന്നവർ പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ, പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ഇതേപോലെ തന്നെ ലങ്സിന് പ്രയാസവുമായിട്ട് വെഞ്ഞാറമൂട് നിന്നും സുനിത എന്നൊരു സിസ്റ്റർ തൻ്റെ മകൾക്ക് വേണ്ടി സാക്ഷ്യം പറയുകയാണ്. ഈ സിസ്റ്റർ പറയുന്നത് തൻ്റെ മകൾക്ക് ലങ്സ് ചുരുങ്ങുന്ന പ്രയാസവുമായിട്ട് പല ഹോസ്പിറ്റലുകളിലും കാണിച്ചു. അപ്പോൾ അവർ എല്ലാവരും സർജറി വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അഞ്ചൽ ചർച്ചിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചെല്ലുമ്പോഴും അവർ സർജറി വേണമെന്ന് പറഞ്ഞു. സർജറിക്കായിട്ട് തിയേറ്ററിൽ കയറ്റിയതിന് ശേഷം അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലായി ലങ്സിന് യാതൊരു പ്രയാസവുമില്ലെന്ന് മനസ്സിലായി. കർത്താവ് ആ മകളെ വിടുവിക്കുവാനിടയായിത്തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. നിങ്ങൾ ഓരോ സാക്ഷ്യങ്ങളും കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഏത് മേഖലയിലും സൗഖ്യത്തെ കൊണ്ടുവരുവാൻ തക്കോണം ഇടയാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. സുനിത വെഞ്ഞാറമൂട് നിന്നാണ് വരുന്നത്. സിസ്റ്ററിന്റെ മോളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇന്ന് പകൽ പറയുന്നത്. സിസ്റ്റർ പറയുന്നത് ഈ മോൾക്ക് ശ്വാസകോശം ചുരുങ്ങുന്ന ഒരു പ്രയാസമുണ്ടായിരുന്നു. പറയുന്നത് വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി, വെഞ്ഞാറമൂടുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ശ്വാസകോശം ചുരുങ്ങുകയാണ്, ഇതിന് ഓപ്പറേഷൻ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിന്ന് SITയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് SITയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാരും പറഞ്ഞത് ഇതിനൊരു ഓപ്പറേഷൻ കൂടാതെ കഴിയുകയില്ലെന്നാണ് പറഞ്ഞത്. സിസ്റ്റർ പറയുന്നത് അവിടെ നിന്ന് അവർ നേരെ തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേ ആഴ്ച ഇവിടെ വന്ന് ബ്രദറിനെ കണ്ടു പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞിരുന്നു ഒരു ഓപ്പറേഷൻ നടക്കുകയില്ലെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവർ മോളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തു. അതിനുശേഷം അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഒരു ഓപ്പറേഷൻ വേണമെന്നായിരുന്നു. അതിനുശേഷം ഓപ്പറേഷന് കയറ്റിയെന്നാണ് ഈ ചേച്ചി പറയുന്നത്. ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു സംശയം തോന്നിയിട്ട് പറഞ്ഞു ഒരു ടെസ്റ്റ് കൂടി ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ടെസ്റ്റ് ചെയ്തപ്പോൾ പറയുന്നു ഇപ്പോൾ ശ്വാസകോശത്തിന് പ്രയാസമില്ല, ഇനിയൊരു ഓപ്പറേഷൻ ഇപ്പോൾ വേണ്ട എന്നാണ് പറഞ്ഞത് എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ മോളെ വിളിച്ച് ദൂത് പറഞ്ഞ കാര്യമോ? നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ? ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾ എന്നൊന്ന് പറഞ്ഞ എന്തുവായിരുന്നു സംഭവിച്ചെന്ന് പറയാമോ? ഒന്ന് പറയാമോ? ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഏത് ഹോസ്പിറ്റലൊക്കെ ഡോക്ടറിനെ കാണിച്ചു പറയാമോ? ഞാറമൂട് കാണിച്ചു, പിന്നെ SITയില്, പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഓപ്പറേഷൻ 3 ഹോസ്പിറ്റൽ വെഞ്ഞാറമൂടും പറഞ്ഞു, SITയിലും പറഞ്ഞു, കോട്ടയം മെഡിക്കൽ കോളേജിലും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയോ? അങ്ങനെയാണല്ലോ പറഞ്ഞപ്പോ. ഓപ്പറേഷൻ തിയേറ്റർ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ചെയ്തപ്പോ ചെയ്യണ്ട, ഇത് ശ്വാസകോശത്തിന് കുഴപ്പമില്ല. 3 ഹോസ്പിറ്റലിൽ പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ്. നമ്മൾ ഈ കുഞ്ഞിനോട് പറഞ്ഞൊരു വാചകം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ കേൾക്കാം. ഇവളോട് ഞാൻ പറഞ്ഞിരുന്നു അവളുടെ ഓപ്പറേഷൻ ക്യാൻസലായി പോയി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുമ്പത്തെ ഞായറാഴ്ച ലൈവിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മോളെ വിളിച്ച് അവളോട് ദൂത് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. അന്ന് ഇവളുടെ ലങ്സുകൾ ചുരുങ്ങുന്നത് കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇവർ ഓപ്പറേഷൻ തയ്യാറായി നിൽക്കുക. ഡോക്ടർമാര് ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. എന്നാൽ ഇപ്പോൾ ഇവൾ ആരോഗ്യത്തോടെ ഇരിക്കുക. ഓപ്പറേഷൻ ക്യാൻസലായി പോയി. നിങ്ങൾ ഈ മോളെ നോക്കിക്കോണേ. പിശാച് ഇവളെ ഓപ്പറേഷൻ ടേബിളിൽ കയറ്റി ഇരുത്തിയിരിക്കുക. ഇവളെ ഇടത്ത് വശത്തെ ലങ്സിനകത്ത് ഓപ്പറേഷൻ വരും. എന്നാൽ എൻ്റെ യേശുവിന്റെ കരങ്ങൾ ഇവളെ ആ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് പുറത്തിറക്കുക. മോളെ നിനക്ക് ഇവിടെ വേദനിക്കത്തില്ലേ? നിന്റെ വലത് വശത്ത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക. പക്ഷെ ഇടത് വശത്തും അതേപോലെ മോൾക്ക് പ്രശ്നമുണ്ട്. ഇന്ന് ഈ ലങ്സുകൾ സൗഖ്യമായി ഇവൾ ആരോഗ്യം തിരിച്ചു പോകും. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞേ. ഇവളെന്റെ യേശുവിനെ കാണട്ടെ. ഇവളെന്റെ യേശുവിനെ ഇപ്പോൾ അനുഭവിക്കട്ടെ. ഇവളുടെ വീട്ടിൽ നിൽക്കുന്ന പൈശാചിക ശക്തികൾ മുഴുവൻ നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ശരീരത്തെ വിടട്ടെ. മോള് വെഞ്ഞാറമൂട് ചർച്ചിലോ അല്ലെങ്കിൽ അഞ്ചൽ ചർച്ചിലോ ഏതെങ്കിലും ഒരു ചർച്ചിൽ റെഗുലറായിട്ട് വരണം കേട്ടോ. ഈ മോൾക്ക് നേരെ കര ഉയർത്തിക്കുക. ഇവളൊരു നല്ല ശുശ്രൂഷകയാകട്ടെ, അനുഗ്രഹിക്കപ്പെട്ടൊരു ശുശ്രൂഷകയാകട്ടെ. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞ് അനേക ആയിരങ്ങൾക്കുള്ളൊരു അത്ഭുതമായി മാറട്ടെ.
താങ്ക് യു വെരി മച്ച്. അടുത്തത് മൺട്രോ തുരുത്തിൽ നിന്നും സതീഷ് എന്ന് പേരുള്ള ബ്രദറാണ്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് 2017 മുതൽ തൻ്റെ ഡിസ്കിന് പ്രയാസമായിരുന്നു. താൻ മിലിറ്ററിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായി 3 ഡിസ്ക് പ്രയാസപ്പെട്ടിരിക്കുന്നു, അതിൽ ഞരമ്പുകൾ ബൾജായിരിക്കുന്നു എന്ന് മനസ്സിലായി. തനിക്ക് ഒത്തിരി നേരം നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയത്തില്ല. അതേപോലെ വണ്ടി ഓടിക്കുമ്പോൾ പ്രയാസമുണ്ടായിരുന്നു. താൻ ഇനി ജോലിക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്, ജോലി വേണ്ട ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നാട്ടിൽ വരുവാനിടയായത്. എന്നാൽ കൊല്ലം മീറ്റിങ്ങിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അത്ഭുതകരമായ ബ്രദറിനെ വിടുവിച്ചു. അതിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലിനെ കൊടുത്തു എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. സതീഷ് എന്നാണ് പേര്. പേരൊക്കെ കാണാനറിയാം. ഓക്കെ. ആതിര എന്നാണ് സിസ്റ്ററിന്റെ പേര്. രണ്ടുപേരും രണ്ട് സാക്ഷിയുമായാണ് നിൽക്കുന്നത്. മൺട്രോ തുരുത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. ഇദ്ദേഹം പട്ടാളക്കാരനാണ് എനിക്കറിയാം. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ പറഞ്ഞു, ബ്രദറെ ഞാൻ പട്ടാളത്തിൽ നിന്ന് വന്നത് ഈ പ്രശ്നമായിട്ട് ഇപ്പോഴും സൗഖ്യമായില്ല, ഓപ്പറേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഓക്കെ, പറഞ്ഞാട്ടെ. 2017 മുതൽ ബ്രദറിന് നടുവേദനയായിരുന്നു. അതിനെ തുടർന്ന് ഡിസ്കിലും ഞരമ്പുമായിട്ട് ബൾജായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ജോൺ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ നടുവേദന മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇതൊന്നും അല്ല, ഇത് കുറച്ചും കൂടെ കഥ പറയാനുണ്ട്. ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചതിന്റെ അന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹത്തിന്റെ നട്ടിൽ സൗഖ്യമാവുന്നു. പക്ഷെ അന്ന് സൗഖ്യമായില്ല, പിറ്റേ ആഴ്ച സൗഖ്യമായില്ല, പിറ്റേ ആഴ്ച സൗഖ്യം. ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് സൗഖ്യമാകുക പതിവ്. ഇതൊരു സ്പെഷ്യൽ കേസാണ്, എനിക്കിനി അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. കാരണം ഞാനൊരാളോട് ദൂത് പറയുമ്പോൾ അയാളുടെ പ്രശ്നം എനിക്ക് അറിയത്തില്ല. ആ അറിയാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പറയുന്ന കാര്യം അപ്പോൾ വിശ്വസിച്ചാൽ മതി, സൗഖ്യമാവും. പക്ഷെ ഈ പട്ടാളക്കാരൻ എന്തായാലും അത് കേട്ടു കേട്ടോ. പറ, എത്ര നാളായിട്ട് പട്ടാളത്തിലുണ്ട്? ഇതിപ്പോൾ 2017 സ്റ്റാർട്ട് ആയതാണ്. ഞാൻ ചോദിച്ചു പട്ടാളത്തിൽ എത്ര നാളായിട്ട്? 14 വർഷം കഴിഞ്ഞു, 15ാമത്തെ വർഷമാണ്. ഈ പട്ടാളത്തിൽ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ലേ വന്നേ? ആണ്. കാരണം ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതാണ്. പട്ടാളത്തിൽ ജോലി ചെയ്യാൻ വണ്ടി ഓടിക്കാനൊന്നും പറ്റുന്നില്ല, ഡ്രൈവറാണ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് വന്നയാളോ? അതെ അതെ. കാരണം 2017 മുതൽ നടുവിന് പ്രശ്നമുണ്ട്. അവിടെ ഒരു മൈക്ക് കൊടുക്കട. ഇവിടെ 2017 നടുവിന് പ്രശ്നമുണ്ട്. എന്തുവായിരുന്നു ഡോക്ടേഴ്സ് അതിനെ കണ്ടുപിടിച്ചത്? ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ 3 ഡിസ്ക് ബൾജ്, ഡിസ്കിനിടയിലോട്ട് ഞരമ്പ് കയറി ജാം ആയിരിക്കുകയാണ്. L4, L5, L5S1. L4, L5, L5S1 അഞ്ചല് ജാം ആയിരിക്കുവോ? ഡിസ്ക് ബൾജ്, ഡിസ്കിന്റെ ഗ്യാപ്പിലോട്ട് കാലിലോട്ട് പോകുന്ന ഞരമ്പ് മൊത്തം കയറി ജാം ആയിരിക്കുകയാണ്. ഇരിക്കാനോ കുനിയാനോ കൂടുതൽ നിൽക്കാൻ പറ്റത്തില്ല, വെയിറ്റ് ലിഫ്റ്റിംഗ് പറ്റത്തില്ല, വണ്ടി ഓടിക്കുമ്പോൾ കാല് മരവിക്കും. ഇതൊരു പട്ടാളക്കാരനാണ് പറയുന്നത്. ഒരു നമ്മുടെ നാടിന്റെ അഭിമാനം അവര് അല്ലേ, നമ്മുടെ നാടിനെ നോക്കുന്ന ആളുകളാണ്. അവര് വന്നിട്ട് എന്തായാലും പൈസ കൊടുത്ത് കള്ളത്തരം പറയത്തില്ലായിരിക്കും അല്ലേ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിങ്ങൾ ഇവിടുത്തെ പോലീസിനേക്കാൾ വാല്യുബിൾ അവര് വന്നിട്ട് എങ്ങനെ എന്തായാലും ഒരു കള്ളം പറയത്തില്ല. ബ്രദർ ആയിരിക്കുന്ന റെജിമെന്റ് ഒക്കെ ഒന്ന് പറയാമോ? സ്ഥലം എവിടെയാ? എൻ്റെ 22 എഞ്ചിനീയറാണ്. ഓക്കെ. ഇപ്പോൾ ഇരിക്കുന്ന പഞ്ചാബിലാണ്. ഓക്കെ. ഫിറോസ്പൂർ. എനിക്ക് ഇൻസിഡന്റ് ആയത് കാശ്മീർ വെച്ചാണ്, എൻകൗണ്ടറിലാണ് ഇൻസിഡന്റ് ആയത്. ഓക്കെ. അതിനുശേഷം നോർമൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പിന്നെ പെയിൻ കില്ലർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്ത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ എത്തിയത്. ഓപ്പറേഷൻ പറഞ്ഞു, കുറച്ച് നാളായി ഓപ്പറേഷൻ പറഞ്ഞിട്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞതാണ്. ആ സമയത്താണ് ഇവിടെ എത്തിയത്. ഇവിടെ വരുമ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നു? തുടക്കത്തിൽ എനിക്ക് ഒന്നുമില്ലായിരുന്നു. ഞാൻ അന്ന് ദൂത് പറയുമ്പോഴും വിശ്വാസം ഇല്ലായിരുന്നു. അത് തന്നെ താനെ പോവാഞ്ഞ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വഴക്കുണ്ടാക്കി. ഞാൻ ദൂത് പറയുമ്പോഴും അദ്ദേഹത്തിന് വിശ്വാസമില്ല. എങ്ങനെ അദ്ദേഹത്തെ കണ്ടുപിടിച്ചെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ തലയിൽ കൂടെ പോയില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. ഈ പ്രശ്നം എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഞാൻ അങ്ങനെ കൂടി പറയുന്നേ? അത് ചിന്തിച്ചില്ല. ചോദിച്ചായിരുന്നു, എന്നിട്ട് വിശ്വാസം വന്നില്ല. അത് ഭയങ്കര വായ്പായി. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതോട് പറഞ്ഞു, ഇനി ആ സംശയം വെച്ചിരുന്ന ദൈവത്തിന് ചെയ്യാനൊക്കത്തില്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച അത് ട്രാൻസ്ഫോർമേഷൻ മാറിയ ദിവസമായിരുന്നു അല്ലേ? അതെ അതെ. ആക്ച്വലി അത് കഴിഞ്ഞ ശേഷം ഇവിടെ എല്ലാ ആഴ്ചയും വരുമായിരുന്നു. വരുമ്പോൾ ഞാൻ മുടന്തിയാണ് വരുന്നത്, നടക്കാൻ പറ്റില്ല. പിന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ വൈഫാണ് പിടിച്ചെണീപ്പിക്കുന്നത്. അതൊരു പ്രയാസമുള്ള കാര്യം അല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. എല്ലാ കാര്യം പേഴ്സണൽ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നല്ല കൈയടി കൊടുത്തേ. ഇതൊരു പട്ടാളക്കാരൻ പറഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്.
Father, I bless him. ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പറഞ്ഞാട്ടെ, സിസ്റ്റർ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു വർഷമായിട്ട് ഷോൾഡർ പെയിൻ ആയിട്ട് ഇരിക്കുവായിരുന്നു. അങ്ങനെ സോളി സിസ്റ്റർ പ്രാർത്ഥിച്ചു, ആ നിമിഷം തന്നെ സൗഖ്യമായെന്നാണ് പറയുന്നത്. ആമേൻ. താങ്ക് യു. സന്തോഷം. നൂറനാട് നിന്നും അനിതകുമാരിയാണ് നമ്മളോട് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തനിക്കൊരു മേജർ സർജറിയെ തുടർന്ന് തൻ്റെ ശരീരത്തിൽ ബ്ലീഡിംഗ് ഉണ്ടായി. 17 ദിവസത്തോളം അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒത്തിരി പ്രയാസത്തോടെ താനായിരിക്കുമ്പോഴാണ് താൻ ലൈവ് മീറ്റിങ്ങിൽ വിളിച്ച് പ്രാർത്ഥിക്കാനിടയായത്. ബ്രദർ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചതിന് ശേഷം കർത്താവ് തന്നെ പൂർണ്ണമായി ആ ബ്ലീഡിങ്ങിൽ നിന്ന് വിടുവിച്ചു. അതോടൊപ്പം തന്നെ തൻ്റെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതിൽ നിന്നും കർത്താവ് ഒരു വിടുതലിനെ കൊടുത്തു. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവത്തിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പിശാച് നിങ്ങളോട് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു വന്നാട്ടെ. അവൻ്റെ സൗഖ്യം പൂർണ്ണമാകുന്നു, അതിൽ വിശ്വസിച്ചാട്ടെ. നമുക്ക് സാക്ഷ്യത്തിലേക്ക് പോകാം. ബ്രദറെ, സിസ്റ്ററിൻ്റെ പേര് അനിതകുമാരി എന്നാണ്. സിസ്റ്റർ വരുന്നത് നൂറനാട് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്റർ സാക്ഷ്യപ്പെടുന്ന സിസ്റ്ററിന് ഒരു മേജർ ഓപ്പറേഷൻ നടന്നിരുന്നു. SAT ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ഓപ്പറേഷൻ നടന്നിരുന്നത്. ആ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സിസ്റ്ററിന് ശക്തമായി ബ്ലീഡിങ് ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ സിസ്റ്റർ പറയുന്ന ആ ബ്ലീഡിങ് പൂർണ്ണമായി മാറി. അതോടൊപ്പം തന്നെ സിസ്റ്റർ പറയുന്നത് ആ ബ്ലഡിനകത്ത് ക്യാൻസറിൻ്റെ അണുക്കളുണ്ടായിരുന്നു. എന്നാൽ ബ്രദർ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ആ ശരീരത്തിന് ആ അണുക്കൾ, ആ ബ്ലഡിനകത്ത് അണുക്കളില്ലെന്നാണ് സിസ്റ്റർ. ഈ 14-നായിരുന്നു എനിക്ക് ഓപ്പറേഷൻ ചെയ്ത്. അത് കഴിഞ്ഞാണ് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായത്. 17 ദിവസം SAT ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ബ്ലീഡിങ് നിമിത്തം അഡ്മിറ്റ് ആയി. പിന്നെ അത് അണുക്കൾ ഉണ്ടായിരുന്നു ക്യാൻസറിന്റെ, അതും പൂർണ്ണമായിട്ട് മാറി. ഞാൻ ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ ചോദിക്കുന്നത്, ക്യാൻസറിന്റെ അണുക്കൾ മാറിയെന്നും എങ്ങനെയാ അതൊക്കെ മനസ്സിലായത്? എങ്ങനെ പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക്. ക്യാൻസറും അണുക്കൾ മാറിയെന്ന് എങ്ങനെ മനസ്സിലായി? പരിശോധിച്ചു. അതിനു മുമ്പ് ക്യാൻസറിന്റെ അണുക്കൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചായിരുന്നു. അടൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് വിട്ടതാ. ഞാൻ പമ്പിൽ പോകുന്ന ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വന്ന് ആരാധനയെ പങ്കുചേരാനുള്ള സമയം കിട്ടില്ല. ചേച്ചി പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് വന്നതാ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷമുള്ള കാര്യമോ? മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. TV പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം ലയോള കോളേജ് ജംഗ്ഷൻ വിഴിഞ്ഞം റോഡ് പൂവാർ. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം AJ ഹാൾ കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഷൊർണൂർ റോഡ് നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ സ്ഥലം ഷീല കല്യാണ മണ്ഡപം പാറശാല. ദൈവത്തിൻ്റെ ഓരോ അത്ഭുതങ്ങൾക്കും ദൈവത്തോളം വിലയുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കർത്താവ് നമ്മളെ സ്പർശിക്കുന്ന സ്പർശനമാണ് ആ സൗഖ്യത്തിന് കാരണമായി തീരുന്നത്. നിങ്ങൾ കർത്താവിൽ നിന്ന് ഒരു അത്ഭുതത്തെ സ്വീകരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നിങ്ങളെ തൊട്ടുവെന്നും നിങ്ങളെ കണ്ടുവെന്നും അറിഞ്ഞാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ പൂർണ്ണമായി വിടുവിക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാകുന്നു. അപ്പോൾ ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ ഈ കേട്ട സാക്ഷ്യങ്ങൾ കർത്താവെ, അവർ മരണത്തോട് മല്ലിടുമ്പോൾ അല്ലെങ്കിൽ മരണത്തെ മുഖാമുഖം കണ്ടു എന്ന് പറയുന്നിടത്ത്, പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് എൻ്റെ ദൈവം അവർക്ക് കൊടുത്ത വിടുതലാണ്. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിലും ആ ശക്തി ചലിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ദൈവജനത്തിൽ പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ വന്ന സകല വ്യക്തികളെയും കർത്താവ് സൗഖ്യമാക്കി. അത് ചെറുതോ വലുതോ എന്നില്ല. കണ്ണ് കുരുടായി പോയവരെ, കാഴ്ചയില്ലാത്തവരെ കർത്താവ് സൗഖ്യമാക്കി. പനിയാൽ ഭാരപ്പെട്ടിരുന്നവരെ കർത്താവ് സൗഖ്യമാക്കി. മഹോദരമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കി. മരിച്ചവരെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ ദൈവം ചെയ്താൽ അത് പൂർണ്ണമാകുന്നു. ഈ കുടുംബങ്ങളിൽ ആ സൗഖ്യം ചലിക്കട്ടെ. അപ്പാ കർത്താവെ, നടുവേദനയാൽ ഭാരപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് തൊടുന്നത് കാണാം. അതേപോലെ മുട്ടിന് പ്രയാസമായിരിക്കുന്ന, മുട്ടിൽ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്ന
കയറ്റം കയറാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, സ്ട്രെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർ, യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ചലിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ അപ്പാ. കർത്താവെ, അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ കൃപ ചലിച്ചിരിക്കാൻ സ്തോത്രം. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ വിടുതലിനായി പകർന്നതിനായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സൗഖ്യത്തിൽ നന്മയിലായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.